ട്രെയിനുകളിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചിട്ടും എന്തുകൊണ്ടാണ് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത്? പല ദിവസങ്ങളിലും ട്രെയിനുകളിൽ ആക്രമണവും മോഷണവും ഒക്കെ പതിവാണ്. തിരുവനന്തപുരത്ത് 19-കാരിക്ക് നേരെയുണ്ടായ വധശ്രമത്തിന് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നും കേട്ടു ട്രെയിനിലെ മറ്റൊരു അതിക്രമത്തിൻ്റെ വാർത്ത. ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിൽ ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെൻറ്റിലാണ് സംഭവം നടന്നത്. ആലപ്പുഴ താമരക്കുളം സ്വദേശിയായ നാസറിന് നേരെയായിരുന്നു ആക്രമണം. വാതിലിന് സമീപം വഴി തടസ്സപ്പെടുത്തുന്നെന്ന് പറഞ്ഞാണ് യുവാവിനെ മർദ്ദിച്ചത്. വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് നടക്കുന്ന സംഭവത്തിന് പിന്നാലെയാണ് വീണ്ടും അതിക്രമമുണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസിലെ ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ആക്രമം. ട്രെയിനിലെ ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഭിന്നശേഷിക്കാരനായ നാസറിനാണ് മർദ്ദനമേറ്റത്. വാതിലിന് സമീപം വഴി തടസ്സപ്പെടുത്തി നിന്ന യുവാവിനോട് മാറാൻ ആവശ്യപ്പെട്ടതോടെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് നാസറിൻ്റെ മൊഴി. ഞാനിത് തുറന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് മാറി നിൽക്കിയത് ഭിന്നശേഷിക്കാരുടെയാണ്, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത്തരത്തിന് അസഭ്യം പറഞ്ഞുകൊണ്ട് എന്നെ ഞാൻ താഴെ കിടക്കുന്ന രംഗം ഓരോ ഇടിച്ചെന്നെ താഴെ ഇടുക. നാസറിന്റെ മുഖത്താണ് പരിക്കേറ്റത്. ആക്രമണത്തിന് ശേഷം പ്രതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. റെയിൽവേ പോലീസിന് നാസറിന്റെ മൊഴി നൽകിയിട്ടുണ്ട്. നിരന്തരമുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര.